വെൽക്കം ടു യുവർ ചാനൽ. ഇന്ന് നമുക്ക് കേക്ക് റസ്ക് ഉണ്ടാക്കാം. ഈ കേക്ക് റസ്ക് ഓവൻ ഇല്ലാതെ നമുക്ക് സ്റ്റൗ ടോപ്പിൽ ഉണ്ടാക്കാം. ഓവനിൽ ഉണ്ടാക്കാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കേക്ക് റസ്ക് ഉണ്ടാക്കുന്ന വീഡിയോ കാണാം. കേക്ക് റസ്ക് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് മൈദ, ബട്ടർ, പഞ്ചസാര, മുട്ട, ബേക്കിംഗ് പൗഡർ, ഉപ്പ്, വിനാഗിരി, വാനില എസൻസ്. ആദ്യം നമുക്ക് 8 ഇഞ്ച് ബേക്കിംഗ് ടിൻ എടുത്ത് അതിൽ ബട്ടർ തേക്കാം. ഇനി അതിൽ 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് ഡസ്റ്റ് ചെയ്യാം. ഇനി പാർച്ച്മെന്റ് പേപ്പർ വെച്ച് ഇത് മാറ്റിവെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദയും 1 നുള്ളുപ്പും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അരിച്ചിട്ട് മാറ്റിവെക്കാം. ഇനി വേറെ ഒരു ബൗളിലേക്ക് 100 ഗ്രാം ബട്ടർ ഇടാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് നല്ല ലൈറ്റ് കളർ ആവുന്നിടം വരെ ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 മുട്ട ഓരോന്നായി പൊട്ടിച്ചൊഴിച്ച് ഏകദേശം 30 സെക്കൻഡ് വീതം ബീറ്റ് ചെയ്യാം. ഇനി ഈ ബൗളിന്റെ സൈഡ്സ് ഒക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് 3ാമത്തെ മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി 2 ടീസ്പൂൺ വാനില എസൻസും 1/4 ടീസ്പൂൺ വിനാഗിരിയും ഒഴിച്ച് ഏകദേശം 30 സെക്കൻഡ് ബീറ്റ് ചെയ്യാം. ഇനി ഒന്നുകൂടി ബൗളിന്റെ സൈഡ്സ് ഒക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ അരിച്ചു വെച്ച പൊടി ഇതിലേക്ക് ഇടാം. എന്നിട്ട് ബ്ലെൻഡർ ഓൺ ചെയ്യാതെ ഇങ്ങനെ മിക്സ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ആയി വന്നു കഴിയുമ്പോൾ ബ്ലെൻഡർ ഓൺ ചെയ്ത് ഏകദേശം 20 സെക്കൻഡ് ബീറ്റ് ചെയ്യാം. കേക്കിന്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിനി സ്പാറ്റുല കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബേക്കിംഗ് ടിന്നിൽ കേക്കിന്റെ ബാറ്റർ ഒഴിച്ച് സ്പാറ്റുല കൊണ്ടൊന്ന് ലെവൽ ചെയ്യാം. ഇനി ഒരു സ്ക്യൂവർ കൊണ്ട് ഇതുപോലെ സ്വേൾ ചെയ്തും ടാപ്പ് ചെയ്തും എയർ ബബിൾസ് കളയാം. ഇനി ഇതുപോലെ ഒരു അടികട്ടിയുള്ള പാത്രത്തിൽ ഹോട്ട് പോട്ട് സ്റ്റാൻഡ് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഏകദേശം 10 മിനിറ്റ് ചൂടാക്കാൻ വെച്ചതാ. ഇനി ഇതിലേക്ക് കേക്ക് ബാറ്റർ വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഏകദേശം 50 മിനിറ്റ് ബേക്ക് ചെയ്യാം. 50 മിനിറ്റ് കഴിഞ്ഞു. കേക്ക് ബേക്ക് ആയിട്ടുണ്ടോ നോക്കാം. സ്ക്യൂവർ ക്ലീനായി വന്നു. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിനെ അടുപ്പത്തുനിന്ന് മാറ്റി ഒരു കൂളിംഗ് റാക്കിൽ വെക്കാം. കേക്ക് ഇപ്പോൾ ആറിയിട്ടുണ്ട്. ഇതിനെ മറിച്ചിടാം. ഇനി കേക്കിന്റെ ബേസും പാർച്ച്മെന്റ് പേപ്പറും മാറ്റാം. കേക്കിനെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാം. ഇനി ഒരു 8 ഇഞ്ച് ബേക്കിംഗ് ടിന്നിൽ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത കേക്കിന്റെ പീസസ് വെക്കാം. നമ്മൾ നേരത്തെ കേക്ക് ബേക്ക് ചെയ്ത പാത്രം 10 മിനിറ്റ് അടച്ച് ചൂടാക്കാൻ വെച്ചതാണ്. ഇനി ഇതിലേക്ക് കേക്ക് പീസസ് വെച്ച് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞു. ഇതിനെ തുറന്ന് കേക്ക് പീസസ് എല്ലാം മറിച്ചിടാം.
ഇനി ഇത് വീണ്ടും അടച്ച് 10 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു. ഇതൊന്നുകൂടി മറിച്ചിട്ട് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. കേക്ക് റസ്ക് റെഡി ആയിട്ടുണ്ട്. ഇതിനി അടുപ്പത്തു നിന്ന് മാറ്റി നന്നായി ആറിക്കഴിഞ്ഞ് സെർവ് ചെയ്യാം. ഈ കേക്ക് റസ്കിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കണേ. അടുത്ത റെസിപ്പിയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് കീപ് ഓൺ വാച്ചിങ്. താങ്ക് യു.